എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. ദൈവം എന്നോട് അറിയിച്ച വാഗ്ദത്തത്തിലേക്ക് എനിക്ക് കയറണം. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്ക് എന്റെ ദൈവം അറിയിച്ച വാഗ്ദത്തത്തിന്റെ മേൽ എനിക്ക് അങ്ങോട്ട് കയറണം. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക്, ആ സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ കഴിയാതെ ബ്രേക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെങ്കിൽ മാത്രമാണ് വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടുന്നത്. അബ്രഹാമിന്റെ അപ്പനായിരിക്കുന്ന തേരഹിനെ കുറിച്ച് ദൈവവചനം നമ്മൾ വായിക്കുകയാണ്. എന്താ നമ്മൾ വായിച്ചത്? 31-ാമത്തെ വാക്യം ഒന്നുകൂടെ. തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളായി സാറായി കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരഹ് നമുക്കറിയാം, തന്റെ ബാബിലോൺ പട്ടണത്തിലെ ഊർ എന്ന തന്റെ ദേശത്ത് നിന്ന് കനാൻ ദേശത്തേക്ക് തന്റെ കുടുംബത്തെയും കൂട്ടി യാത്ര ചെയ്തു. പക്ഷേ യാത്ര ചെയ്യുന്നതിന് ഇടയിലുള്ള ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെത്തിയപ്പോ അവിടെ എന്ത് ചെയ്തു? താമസിച്ചു. തേരഹ് കനാനിലേക്ക് യാത്രയായി. അബ്രഹാമുണ്ട്. അബ്രഹാമിനെയൊക്കെ കൂട്ടി, തന്റെ അബ്രഹാമിന്റെ ഭാര്യയൊക്കെ കൂട്ടിക്കൊണ്ട് കനാനിലേക്ക് തേരഹ് യാത്ര. തേരഹ് യാത്ര ചെയ്തപ്പം തേരഹിനോട് ദൈവം കനാനിലേക്ക് പോകാനൊന്നും തേരഹിനോട് വ്യക്തിപരമായിട്ടൊന്നും ഇടപെട്ടിട്ടില്ല. ദൈവം തേരഹിനോട് നീ കനാൻ ദേശത്തേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞതായിട്ട് അറിയില്ല. പക്ഷേ അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ട് കനാനിലേക്ക് പോകാനായിട്ട്. വാഗ്ദത്ത കനാൻ ദേശത്തേക്ക്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. തേരഹ് അവിടെ നിന്ന് ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായ മരുമകളായ സാറായും ഒക്കെ കൂട്ടി കനാനിലേക്ക് യാത്ര ചെയ്തെങ്കിലും ഹാരാനിൽ ഇടവഴിയിൽ തേരഹ് എന്ത് ചെയ്തെന്നറിയാമോ? മരിച്ചു. ഇറങ്ങി തിരിച്ചു. എവിടേക്ക്? കനാനിലേക്ക്. എങ്ങോട്ട്? എല്ലാരും പറഞ്ഞേ, കനാനിലേക്ക്. എല്ലാരും പറഞ്ഞില്ലേ? എവിടേക്ക് ഇറങ്ങി തിരിച്ചു? കനാനിലേക്ക്. കനാനിലേക്കാണ് യാത്ര ചെയ്തത്. ഇടവഴിയിൽ പുള്ളി എന്ത് ചെയ്തെന്നറിയാമോ? കുടുംബത്തെയൊക്കെ കൂടെ ചേർത്ത് പിടിച്ച് ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്തങ്ങ് താമസിച്ചു. ഹാരാനിൽ താമസിച്ച് ചില നാളുകൾ കഴിഞ്ഞപ്പോഴത്തേനും ഈ തേരഹ് മരിച്ചു. ഒരിക്കലും കനാനിൽ എത്തിയതുമില്ല. ഹാരാനിൽ വെച്ചാ പുള്ളി മരിക്കുന്നത്. കനാനിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഒരു ലക്ഷ്യം വെച്ച് താൻ ഇറങ്ങി. പക്ഷെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. പുള്ളി ഇടവഴിയിൽ ജീവിതം പുള്ളിയുടെ അവസാനിച്ചു. ഈ 2024 നിങ്ങൾ കേട്ട വാഗ്ദത്തവുമായി ബന്ധപ്പെട്ട് നിവർത്തീകരിക്കാൻ
തടസ്സമായി നിൽക്കുന്ന സകലത്തിൽ നിന്നും ഒരു വിടുതൽ പ്രാപിക്കണം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. ദൈവം എന്നോട് അറിയിച്ച വാഗ്ദത്തത്തിലേക്ക് എനിക്ക് കയറണം. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്ക് എന്റെ ദൈവം അറിയിച്ച വാഗ്ദത്തത്തിന്റെ മേൽ എനിക്ക് അങ്ങോട്ട് കയറണം. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക്, ആ സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ കഴിയാതെ ബ്രേക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെങ്കിൽ മാത്രമാണ് വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടുന്നത്. വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടാൻ കഴിയാത്ത തടസ്സങ്ങളെ ഓവർകം ചെയ്യാൻ ഈ 2024 നമ്മൾ എഴുന്നേക്കാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു, 2024 ചില വാഗ്ദത്തം നിവർത്തി നീ കാണും. നിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും. നീ എടുത്ത തീരുമാനം നിവർത്തിയാകും. ദൈവം നിന്റെ കൂടെ ഇരുന്ന് വാഗ്ദത്തം നിവർത്തിക്കും. ഹല്ലേലൂയ.